Miss. Good afternoon. Good afternoon. ഒന്നും കേൾക്കുന്നില്ലല്ലോ. മിസ് പറയണ്ടോ? മിസ് പറയുന്നത് കേൾക്കുന്നുണ്ടോ ആർക്കേലും? Good afternoon, കേൾക്കാമോ? സൗണ്ട് കുറവാണ് മിസ്. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. No. Okay, prayer start ചെയ്യാം. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണി ഭൂവിലും കാരണനായുള്ള തമ്പുരാനേ. അച്ഛനും അമ്മയുമെന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടപ്പിറപ്പുകളായി നിനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ടു സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിലും കാരണനായുള്ള തമ്പുരാനേ. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. Good afternoon. തോട്ട്സ് പറയട്ടെ. Ah. Today's thought: respect all the reasonable forms of activity in which the child engages and try to understand them. കുട്ടി ഏർപ്പെടുന്ന എല്ലാ ന്യായമായ പ്രവർത്തന രീതികളെയും മാനിക്കുകയും അവ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇത് പറഞ്ഞിട്ടുള്ളത് മറിയ മോണ്ടിസോറി. Okay. Okay, signing പറയട്ടെ. Ah. Hi, Sofia. ഹായ് ടീച്ചർ. എന്തുണ്ട് വിശേഷം? സുഖല്ലേ? ഓക്കെ. Okay, hi my dears. How are you? How you feel now? Fine? Fine, good. Okay. Today's day of wedding day of King Forest. Okay. Who is our king? You know? Who is our king? Lion.
Yes, lion. Okay, let's start a song. Okay. Lovely friends, come to the palace. Wedding day, lion's wedding day. Lovely friends, come to the palace. Wedding day, lion's wedding day. Cat and kitten come, meow, meow, meow. Cat and kitten come, meow, meow, meow. Lovely friends, come to the palace. Wedding day, lion's wedding day. Dog and puppy come, bow, bow, bow. Dog and puppy came, bow, bow, bow. Okay, lovely friends, come to the palace. Wedding day, lion's wedding day. Duck and duckling come, quack, quack, quack. Duck and duckling come, quack, quack, quack. Lovely friends, come to the palace. Wedding day, lion's wedding day. Okay, fine, finish. How's this song? Nice? Super. Super. Okay, thank you. Super. Well done, Safia. Thank you. സഫീനെ ആദ്യമായിട്ട് കാണുന്നത്. സഫിയ മ്യൂട്ടാണ്. അല്ല, വീഡിയോ ഓൺ ആക്കിയിട്ട് സംസാരിക്കാൻ ഇത്തിരി കോൺഫിഡന്റ് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഒന്ന് ഓൺ ആക്കിയത്. കാരണം എനിക്ക് പേടിയാണ്. ധൈര്യമുള്ളവരൊക്കെ ഓൺ ചെയ്തേ ക്യാമറ. എങ്ങനെ? ധൈര്യമുള്ളവരൊക്കെ ഓൺ ചെയ്തേ ക്യാമറ. എനിക്ക് ഭയങ്കര എന്തോ ധൈര്യം ഇല്ല സത്യം പറഞ്ഞ. ക്യാമറ ഓൺ ചെയ്യാതെ സംസാരിക്കാൻ ഓക്കെ, ഓൺ ചെയ്താൽ ഭയങ്കര പ്രോബ്ലം പോലെ. മെസ്സേജ് നിങ്ങൾ ഓൺ ചെയ്തോ, ക്യാമറ ഓൺ ചെയ്തോ, ഓൺ ചെയ്യാൻ പറ്റുന്നവര്. നമ്മുടെ ക്ലാസ്സല്ലേ, വേറെ ആരുമില്ലല്ലോ. ആരുമില്ല. സഫിയ ഒരു മാതൃകയായിട്ട് നിൽക്കട്ടെ. നഫ്സിയ, നാസർ. മിസ് എന്നെ കാണാനുണ്ടോ? പേരെന്താണോ? രേഷ്മ. രേഷ്മ. പിന്നെ എനിക്ക് പേടിയൊന്നല്ല, ഞാനൊരു സർവേയുടെ പണി ചെയ്യുന്നുണ്ട് ബ്ലോക്കിൽ. അതുകൊണ്ട് സമയം കിട്ടാറില്ല. പ്രയറിന്റെ മുമ്പിനൊക്കെ ഇൻട്രസ്റ്റ് ആണ്, ഫ്രീ ടൈം കിട്ടാറില്ല. അതുകൊണ്ട് ഇന്ന് നമുക്കൊന്ന് ഫ്രീ ആയതൊരു ഓക്കെ. ജസ്മിനെ കണ്ടു. പിന്നെ ആരുള്ളത്? ശ്രീലക്ഷ്മിയോ? പനിയാണ് മിസ്, അതുകൊണ്ട് ഈ കോൾ ചെയ്യുന്ന ബാക്കിയുള്ളവർ കൂടി ടയേർഡായി തോന്നും, അതുകൊണ്ടാ. ഫർസാന, ഹായ്. നഫ്സിയ, നിഷ എന്നെ കണ്ടിട്ടുണ്ടോ? സഫിയനെ കണ്ടിട്ട് ആകെ വണ്ടടിച്ചിരിക്കുക. സൗണ്ടും ഫേസും തമ്മിൽ ഒട്ടും ചേരുന്നില്ല അല്ലേ? ആള് സൂപ്പറാണ്, പക്ഷെ നമ്മള് മനസ്സിലൊരു ഇമാജിൻ ചെയ്യുന്ന ഒരു ഫേസ് ഉണ്ടല്ലോ, അത് പോയില്ലേ? എങ്ങനെയായിരുന്നു? സൂപ്പറാണ്, സൗണ്ട് സൂപ്പറാണ്. അല്ല അല്ല, ഇമാജിൻ ചെയ്തത് പോയി, അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. എനിക്ക് മനസ്സിലായി. അയ്യോ സത്യമായിട്ടും അല്ല, ഞാൻ സൂപ്പറായിട്ടുണ്ട്. സഫിയുടെ ശബ്ദം നമ്മൾ കേൾക്കുമ്പോ എന്തോ ഭയങ്കര ഒരു വലിയൊരാള് സംസാരിക്കണ പോലെയൊക്കെ, ഭയങ്കര കുറുക്കിയായിട്ട് ഒരാള്. നമ്മുടെ ഗ്രൂപ്പില് നമ്മുടെ മോട്ടിവേഷൻ ചെയ്യുന്ന ആളാണ്. ഷിനിനെ എല്ലാരും എനിക്ക് അറിയും, പക്ഷെ ആദ്യം ഫേസ് കണ്ടിട്ടില്ല. ഇല്ലല്ല ഇല്ല, ആരും നിങ്ങളെ ഗ്രൂപ്പിൽ ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഫോട്ടോയിലത്തെ പോലെ അല്ലല്ലോ, നേരിട്ട് കാണുമ്പോ ഡിഫറൻസ് ഒരുപാട് അല്ലേ? എന്തായാലും എല്ലാവരും കാണാൻ പറ്റിയാല് വളരെയധികം സന്തോഷം കേട്ടാ. ഇനിയും കൊറേ പേരുണ്ടാവും. സഫിയക്ക് ഒരു എന്താ പറയാ, വലിയ താങ്ക്സ്.
പക്ഷെ കേട്ടിട്ടില്ല. ലീന എന്നെ അറിയോ? ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ കീർത്തിയുടെ മാരേജ് ആണ്. എന്നാണ് കീർത്തി? മെസ്സേജ് യെസ് അയച്ചു. മിസ്. എന്നാണ് മാരേജ്? മാർച്ച് 16. മാർച്ച് 16. ഓക്കെ. ഞങ്ങൾ വിളിക്കുന്നില്ലേ? അങ്ങനല്ലേ മിസ്, ചെറിയ പരിപാടിയുള്ളൂ. വിളിച്ചു പറ്റി ഞങ്ങളൊന്നും വരില്ല കീർത്തി, വെറുതെ വിളിച്ചോ? ഞങ്ങളൊക്കെ വേറെ ദൂരത്തുള്ളവരല്ലേ, എന്നാ വരില്ല. എക്സാം എന്ന് അറിയാം മിസ്സിന്? എക്സാമിന് പറയാ, കല്യാണം ഒന്നാണ്. കീർത്തി വന്നാൽ വീട്ടിലെ നമ്മുടെ ഗ്രൂപ്പിലെ 400 പേരില്ലേ, എല്ലാരും കൂടി പോയാലോ ഓർത്ത് പേടിച്ചിട്ടുണ്ടാവും. അതൊന്നുമില്ലടോ. അതല്ല മിസ്, ചെറിയ പരിപാടിയുള്ളൂ. ശരി ശരി. ഇനി ആരെങ്കിലും ഓൺ ചെയ്യുന്നുണ്ടോ ക്യാമറ? മിസ്റ്റർ കീർത്തി നമ്മുടെ പാലക്കാട് സജിത ഗൾഫിലല്ലേ ഉള്ളത്? സജിത തൃശ്ശൂര്. സജിത എവിടെയുള്ളത്? ഞാൻ അബുദാബിയില് ഇപ്പൊ. അബുദാബി. ഓക്കെ, എനിക്ക് പരിചയമുണ്ട് എല്ലാരും. അതെ, നല്ല സന്തോഷമുണ്ട്. ആദ്യമായിട്ടല്ലേ അല്ലെ ക്യാമറ? അല്ലെങ്കിൽ ഇതുപോലെയാണോ ടീച്ചർ എല്ലാ ഗ്രൂപ്പിലും കുട്ടികൾ ക്യാമറ ഓൺ ചെയ്യാറുണ്ടോ? അതെ. ഇന്നിപ്പോ എന്റെ കുട്ടി ഉറങ്ങിയത് കൊണ്ട് ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഓൺ ചെയ്തപ്പോ മൊത്തം അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. ചെറിയ കുട്ടിയുണ്ട്, ഒരു വയസ്സ് 1.25 വയസ്സായതേ. കഴിച്ചു. ടീച്ചർ കഴിച്ചാ? ടീച്ചർ വീട്ടിലാണോ ഹസ്ബൻഡ് വീട്ടിലാണോ? എന്തോ? മിസ്സിന്റെ വീട്ടിലാണോ ഹസ്ബൻഡ് വീട്ടിലാണോ ചോദിക്കുക. ദിവ്യ പനിയായതുകൊണ്ടാണോ? മുഖം ഡള്ളായിരിക്കുന്നു ദിവ്യന്റെ. ഭയങ്കര പനിയായിരുന്നു, നല്ല കോൾഡ്. ഇവിടെ നല്ല തണുപ്പാ ഇപ്പൊ. അതല്ലേ, അതാണ് മുഖം. ഒമാൻ മസ്കറ്റിലാണ്. ഒക്കെ ഗൾഫ് കൺട്രീസിലാണ് ടീച്ചർ, നമ്മള് മാത്രമാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. അയ്യോ, ആകെ 2-3 പേരുള്ള ഗൾഫില്, എന്നിട്ടാണ് പറയുന്നത്. നമ്മളൊക്കെ പാവങ്ങള്, അവരൊക്കെ ഗൾഫിലാണേ അല്ലേ? ഞങ്ങളുടെ ഇവിടെങ്കില് ഈന്തപ്പനയൊക്കെ കയറി കാശുണ്ടാക്കാണല്ലോ, അതുകൊണ്ട് ഭയങ്കര മണക്കാരാ. ഇല്ല, ഞാനൊരു 5 വർഷം അവിടെ ഇരുന്നാണ്, അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം. അറിയാലോ, ബുദ്ധിമുട്ടറിയാലോ. അറിയാം. ഇന്നത്തെ ക്ലാസ് ഒക്കെ കൊള്ളായില്ലേ ഞാൻ കാരണം ടീച്ചറെ? എനിക്ക് പിന്നെ അങ്ങനൊന്നുമില്ല, ഞാനല്ലേ നിങ്ങളോട് ഓൺ ചെയ്യാൻ പറഞ്ഞെല്ലാവരോടും. ഓക്കെ. കാരണം എന്താ പറയുക, എനിക്കിപ്പോ ഒരു ടീച്ചറാണെന്ന് കൈ മൊത്തം നിറയെ വെള്ളമാണ് ടീച്ചറെ, പേടിച്ചിട്ട്. സത്യം, ഈ എങ്ങനെയാ പോയിട്ട് ഒരു ക്ലാസ്സിൽ പോയിട്ട് നമ്മള് സ്റ്റാർട്ട് ചെയ്യാന്ന് അറിയില്ല. ചിലപ്പോ കുറച്ചു ദിവസം കഴിയുമ്പോ ശരിയാകായിരിക്കും, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്. മറ്റുള്ളവർക്ക് കാണുമ്പോ നല്ല ധൈര്യമുള്ള പോലെ തോന്നുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ ആ ഒരു ഭയം പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും പേടിയുണ്ട്. ആകെ 10 ദിവസം തന്നെ കുട്ടികളെ കാണുമ്പോ തന്നെ നമുക്ക് മാറി. ശരിയാകും എന്നെ പ്രതീക്ഷയുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് വീഡിയോ, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഓണാക്കാറില്ല, പേടിച്ചിട്ടാണെങ്കിലും ഞാൻ ഓണാക്കിയത്. സംഭവം എന്തായാലും കുഴപ്പമില്ല, നമ്മളെന്തായാലും ഇതിൽ ഇറങ്ങിയില്ലേ, ഇനി കുറച്ച് ഫ്രണ്ട്സ് എങ്കിലും നമ്മളെ കണ്ടിട്ട് ഇതാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഓണാക്കിയത്. തുടങ്ങാം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ മിസ്സേ. മിസ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സിൽ വരുമ്പോ ഉണ്ടല്ലോ, ഫേസ് തന്നെ കാണാൻ ഒരു ഉഷാറാണ്, അല്ലെങ്കിൽ മിസ്സിന് ഒരു ഉഷാറും കാണാറില്ല ഫേസിൽ. ഇപ്പൊ നല്ല എനർജിയാണ്, കുറച്ച് സുന്ദരിയായിട്ടും. അതാ കല്യാണത്തിന് ഫേഷ്യലൊക്കെ ചെയ്തിട്ടായിരുന്നു. അല്ലാണ്ട് മനസ്സിൽ വരുന്ന സന്തോഷല്ലേ, അതൊക്കെ സന്തോഷത്തിന്റെയും കൂടി ആയിരിക്കും ഒരു തുടുപ്പ് മുഖത്ത്. മുഖം നല്ല പ്രസരിപ്പുണ്ട് മിസ്സേ, നല്ല സുന്ദരിയുണ്ട് ദിവ്യ പറഞ്ഞ പോലെ. നല്ല വോൾട്ടേജിലാണ് ലൈറ്റ്. മിസ് എന്താ പൊട്ട് തൊടാത്തത് സീമന്തരേഖയില്? ഇവിടെയാണോ? നേരെ കിട്ടില്ല.
നിങ്ങളോട് പറയാറില്ല, ഞാൻ പറഞ്ഞുതരാല്ലേ പണി. അങ്ങനെ ഓർഡറിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞുതരാം. പക്ഷെ എനിക്ക് പറ്റാറില്ല. മിസ് ആദ്യത്തെ 2 ദിവസമൊക്കെ തൊട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഉണ്ടാവില്ല. എനിക്ക് പൊട്ടൂര് ശ്രദ്ധിക്കുന്നുണ്ട് മിസ്സേ. ഓക്കെ. ഞങ്ങളെല്ലാം ശ്രദ്ധിക്കും. ഓക്കെ. പിന്നെ അടുത്ത ഞാൻ വേറൊരു ദിവസം ക്ലാസ് വെക്കുമ്പോ എല്ലാവരും ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നവര് ഓൺ ചെയ്ത് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഓഫ് ചെയ്യണമെങ്കിൽ ചെയ്തോ കേട്ടോ. മ്യൂട്ടാണ്. അല്ല, മുമ്പേ തന്നെ ഒന്ന് പറയണെങ്കിൽ ഉഷാറായി പറയാം ഏത് ദിവസമാണെന്ന്. കാരണേ കുട്ടികളുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഭക്ഷണം കൊടുക്കലും അങ്ങനെയൊക്കെ. അല്ല, നമ്മളുടെ 1:30 ഈ ഒരു ടൈമില് നിങ്ങൾ ഏതെങ്കിലും ദിവസം പ്രിപ്പയർഡ് ആയാൽ മതി. ഞാൻ പറയാം ഏത് ക്ലാസ്സാണ്. തേഴ്സ്ഡേ നമുക്ക് തേഴ്സ്ഡേ ഈ വരുന്ന തേഴ്സ്ഡേ. ഓക്കെ. അന്നെല്ലാവരും ക്യാമറ ഓൺ ചെയ്യാൻ പ്രിപ്പയർഡ് ആയിട്ട് വാ. ഓക്കെ. അന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടോ ടീച്ചറെ? ക്യാമറ ഓൺ ആക്കിയിരിക്കുമ്പോ ഒരു നാണൊക്കെ വരുന്നു എല്ലാരും മുഖത്തേക്ക് നോക്കുമ്പോ. ആർക്കാ? അമൃത, ഞങ്ങളിവിടെ ക്യാമറ ഓൺ ചെയ്ത് എല്ലാവരെയും കണ്ടു. അമൃതനെ കണ്ടില്ല. അയ്യോ സാറിനോ? അത് ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്താണോ അമൃത? ഓ, ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടിട്ടാണോ സാരി? എനിക്ക് സാരി ഉടുക്കാൻ ഇഷ്ടമാണ്. നോക്കും. മര്യാദ കാണട്ടെ. ഇഷ്ടമാണ്. അടിപൊളി അടിപൊളി. ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. ക്ലാസ്സിൽ പിന്നെ ഓടി വന്ന് ഫുഡ് കഴിക്കാൻ പോയിരുന്നു, ഓടി വരെയാണ് ചെയ്ത്. അമൃത പോയി വരുന്നാണോ? ഇവിടെ താഴെ പോയിട്ടിപ്പോ വന്നേ ഉള്ളൂ. എനിക്ക് ഈ റീൽസിന്റെ പരിപാടിയാണ്. അപ്പൊ എപ്പോഴും സുന്ദരിയായിട്ട് ഇരിക്കൂലേ? ഏതൊരു നടിയുടെ ഫേസ് കിട്ടുണ്ടായിരുന്നു. അവർ പഴയ നടിയില്ലേ? പരിതനെയാണോ? മുകേഷിന്റെ വേറെ ആരൊക്കെയോ? കാവേരിയാണോ ഉദ്ദേശിച്ചത്? ആരാണ്? കാവേരി ആണോ? പേര് എനിക്കറിയില്ല. അവനിപ്പോ അമൃതന്റെ ഹസ്ബൻഡ് ഇപ്പൊ വരും ഇപ്പൊ നിന്നെ പിടിക്കാൻ. ആരുടെയൊക്കെ ഫേസ് കിട്ട്. നിങ്ങളൊക്കെ നല്ല സുന്ദരികളാണ് കേട്ടോ എല്ലാവരും. തമാശക്കാണെങ്കിലും പറഞ്ഞത് കേൾക്കാൻ ഒരു സുഖമുണ്ട്. അയ്യോ, നാട്ടുകാരി നമ്മളെ നോക്കിയാണ്. എവിടെ അമൃതയുടെ നാട് എവിടെയാണ്? ഞാൻ ഇവിടെ ചെറിയൻകീഴ്, തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. എപ്പോഴെങ്കിലും ചിരിച്ചിരിക്കണോ? ഓ, എപ്പോഴെങ്കിലും ചിരിച്ച ഫേസ് ആണോ ചോദിച്ചത്? ഞാൻ എപ്പോഴും ചിരിച്ചോണ്ട്. ഇവിടെ എല്ലാരും പരാതിയാണ്, സീരിയസ് ആവാറില്ല. ഇതല്ലേ നല്ലത്. അമൃതനെ ക്ലാസ്സിൽ പോകുമ്പോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ. ചില ഫേസ് ആണോ കേട്ടോ. ചില സമയത്ത്, എപ്പോഴും വേണ്ട, ചില സമയത്ത്. ഓക്കേടോ, കണ്ടത് സന്തോഷം. ഞാൻ ട്യൂഷൻ എടുക്കാൻ പോകും മിസ്സേ. ആണോ? ഹോം ട്യൂഷൻ ഉണ്ട്, അല്ലാതെ ട്യൂഷൻ ഉണ്ട്. ഓക്കെ, ശരി. നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. യൂണിറ്റ് 5 ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഓഫ് ചെയ്യട്ടെ? പക്ഷെ എനിക്ക് എല്ലാരെയും കാണാൻ പറ്റിയില്ല കേട്ടോ, താമസിച്ചു. ഓക്കെ മിസ്സേ. ഇനി മിസ്സിന്റെ ക്ലാസ് തേഴ്സ്ഡേ ആണോ? തേഴ്സ്ഡേ അല്ലേ? ഓക്കെ ഓക്കെ മിസ്.
Yes, unit 5, language development. Language which is the ability to communicate. UPyata. Language is which is ability to communicate using spoken words. Distinguishes human beings from other animals. എന്താണ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാല് നമ്മൾ മറ്റേ സിനിമയിൽ പറഞ്ഞിട്ട് പോലെ എന്താണ് ലാംഗ്വേജ് ഇസ് എ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ? ലാംഗ്വേജ് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ആശയവിനിമയം നടത്താൻ. ആശയവിനിമയം, യെസ്, അത് തന്നെ. ലാംഗ്വേജ് ഇസ് എ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. എവിടെയെങ്കിലും ഒന്ന് എഴുതി വയ്ക്കാം കേട്ടോ. Language is a medium of communication. Yes. നമ്മൾക്ക് ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി പരസ്പര എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മള് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. അത് ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരെണ്ണമാണോ ഉള്ളത്? അല്ല, നിരവധി ലാംഗ്വേജസ് ഉണ്ട് അല്ലെ? ഓരോ കൺട്രി ബേസ്ഡ് ആയിട്ട് നമുക്ക് പല പല ലാംഗ്വേജസുകളുണ്ട്. ഓക്കെ, കേരളത്തിൽ ഏത് ലാംഗ്വേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മലയാളം. മലയാളം, യെസ്. ഓക്കെ, നമ്മുടെ മാതൃഭാഷയാണ് എന്താ? മലയാളം. നമ്മുടെ ദേശീയ ഭാഷ ഏതാണ്? ഹിന്ദി. ഹിന്ദി നിങ്ങൾക്ക് അറിയാമോ? വായിക്കാൻ എഴുതാനൊക്കെ അറിയാം. സംസാരിക്കാൻ അറിഞ്ഞോ? കുറച്ചൊക്കെ കുറച്ച് സംസാരിക്കാൻ അറിയാം. ഓക്കെ, വെരി ഗുഡ്. അച്ചാഹേ ബച്ചാഹേ എന്ന് മാത്രം പറയാറിയാം. ഞാനും അതുപോലെ. ഇവിടെ നമ്മുടെ പുതിയൊരു ബാച്ച് ഉണ്ട്, MT8 എന്ന് പറഞ്ഞ ബാച്ചില്. MT8 ആണോ? MT8 എന്ന് പറഞ്ഞ ബാച്ചില് ഒരു ജ്യോതി സുബ്രഹ്മണ്യൻ എന്ന കുട്ടിയുടെ ആള് തമിഴാണ്. പാലക്കാട് ഏറ്റവും ബോർഡറുള്ള ആ കുട്ടി എന്ന് പറയുന്നത് ടോപ്പിയൊക്കെ തമിഴിൽ സംസാരിക്കും. ടീച്ചർ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം വന്നില്ലേ ഞാനൊരു ഇൻസ്റ്റന്റ് സ്പീച്ച് ചെയ്യാനായിട്ട്? അതെ അതെ. ആ കുട്ടി അത് തമിഴിലാണ് പറഞ്ഞത്. നല്ല രസമായിട്ട് പറയുന്നത് തമിഴ് ലാംഗ്വേജിൽ. പിന്നെ ഈ തമിഴ് ലാംഗ്വേജ് സൂപ്പർ ആണല്ലോ, കേൾക്കാനും സുഖമാണ്, ഭയങ്കര അവര് കൾച്ചറും സൂപ്പറാ. നല്ല രസമല്ലേ? ടോപ്പിക് എന്ന് പറയുന്നത് സ്നേഹത്തെ കുറിച്ച് ലവ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഒരുപാട് സംസാരിച്ചു, നമുക്കൊന്നും കുറെ സമയമൊന്നും മനസ്സിലായില്ല. ലാസ്റ്റ് പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ആ കുട്ടി ആരെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ ആ കുട്ടി സ്നേഹിക്കുന്ന ആൾക്ക് ആ കുട്ടിയെ ഇഷ്ടമല്ല, അതാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ആ കുട്ടി ഇപ്പോഴും കഥ തന്നെയാ പറഞ്ഞത്, ലൈഫ് സ്റ്റോറിയാ പറഞ്ഞത്. ശരിക്കും റിയൽ സ്റ്റോറിയാണ് കുട്ടി പറഞ്ഞത്. അത് അധികം പ്രായമായിട്ടുള്ള 28 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും, അത്രേ ആയിട്ടുള്ളൂ. ഇപ്പോഴും ഒരുപാട് നാളായിട്ട് ആ കുട്ടി അങ്ങനെ അയാളെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷെ ആൾക്ക് തിരിച്ചിഷ്ടമല്ല എന്ന് പറഞ്ഞു. പക്ഷെ എപ്പോഴെങ്കിലും തിരിച്ചിഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ ആള് ഇങ്ങനെ വെയിറ്റിരിക്കുന്നതാണ്. എനിക്ക് മനസ്സിലായി. ഞാനും 7 വർഷം പ്രേമിച്ച് കല്യാണം കഴിച്ചതാ. വൺ സൈഡ് ആയിരുന്നു? അല്ല, എന്നെ കല്യാണം കഴിക്കോ? മിസ് ഞാൻ 5 വർഷമായിട്ട്, ഇപ്പൊ ടോട്ടല് 11 വർഷമായി. എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? സൂപ്പർ, അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് പോണു. ആഫ്റ്റർ മാരേജ് ഞാൻ ഇവിടെയും ചേട്ടൻ ഗൾഫിലും. അപ്പൊ ലാംഗ്വേജ് വന്നപ്പോഴാണ് അവർ വന്നത് അല്ലെ? അപ്പൊ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജ് സംസാരിക്കും. നമുക്ക് ഏകദേശം ഏതൊക്കെ ലാംഗ്വേജസ് അറിയാം? തമിഴ്, മലയാളം, ഇംഗ്ലീഷ്. ഹിന്ദി, മലയാളം, അറബി. ജിഷാനെ ഞങ്ങൾ ചോദിച്ചു, ജിഷനെ കണ്ടില്ലല്ലോ. ഞങ്ങൾ ഇവിടെ കുറച്ചുപേരും ക്യാമറയൊക്കെ ഓൺ ചെയ്തു പോലെ കുറച്ചുപേര് കണ്ടു. പക്ഷെ എവിടെയായിരുന്നു? ടീച്ചർ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. 2 ദിവസം കൊണ്ട് സുഖമില്ലായിരുന്നു. എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിപ്പോ ആശുപത്രിയിൽ നിന്നൊക്കെ വന്നു. ഇപ്പൊ വീടിന്റെ തൊട്ട് ഫ്രണ്ടിൽ നമുക്കൊരു കുറച്ച് ഒരു ഇടവഴിയാണേ. അപ്പൊ നമുക്ക് രോഗികളെ പോലും കൊണ്ടുപോകണേ 4 പേര് കസേരയിൽ ഇരുത്തി കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതിന്റെ തൊട്ടടുത്തായിട്ട് മതിൽ കെട്ടുന്ന ഒരു പുരയിടത്തില്. അപ്പോ നമ്മള് കുറച്ച് പ്രശ്നമായി, ഒരു ഓട്ടോ പോകാനുള്ള വഴി വിട്ടുതരണം എന്ന് പറഞ്ഞു. അങ്ങനെ തർക്കങ്ങളും ഒക്കെ ആയി, കേസും കോടതിയും പോലീസ് കേസും ഒക്കെ ആയി
അപ്പൊ അയൽവാസികൾ എല്ലാവരും ഒരുമിച്ച് കൂടിയെടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഈ സമയത്ത് ക്ലാസ്സിൽ വരാൻ പറ്റിയില്ല. പരാതി എഴുതി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന തിരക്കിലായിപ്പോയി. അതൊക്കെ കൈകാര്യം ചെയ്തോ? ആ എന്താ ടീച്ചർ? അതൊക്കെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. ഇപ്പൊ നമ്മള് എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റേ ഓർഡർ വന്നു, പഞ്ചായത്തിൽ നിന്ന് സ്റ്റോപ്പ് മെമ്മോ ഒക്കെ വന്നു. അപ്പൊ ഓരോ കാര്യത്തിൽ ബിസി ആയതുകൊണ്ടാണ് പിന്നെ എനിക്ക് കയറാൻ പറ്റാഞ്ഞത്. അജീഷ ഒരു സോഷ്യൽ വർക്കറാണോ? അതെ അതെ, എല്ലാവരുടെ കാര്യത്തിലും ഇടപെടുകയും പരാതി എഴുതി കൊടുക്കുകയൊക്കെ ചെയ്യും. ഞാൻ ക്യാമറ എല്ലാവരും ഓൺ ചെയ്തത് വിഷയം നോക്കിയായിരുന്നു, കണ്ടില്ല. ഇപ്പൊ ക്യാമറ ഓൺ ചെയ്യാനുള്ള ഒരു അവസ്ഥയിലല്ല ടീച്ചർ. ഫസ്റ്റ് നമ്മൾ എല്ലാവരും ഓൺ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല ടീച്ചർ, ജിഷയ്ക്ക് വയ്യ, അവൾക്ക് ആക്സിഡന്റ് ആയിട്ടേ. അതറിഞ്ഞില്ലേ ടീച്ചർ? ജിഷ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയടാ. അത് ടീച്ചർ അറിഞ്ഞില്ലല്ലേ? അതായത് ടീച്ചർ എനിക്കൊരു ആക്സിഡന്റ് പറ്റിയിട്ട് 1 മാസമായി. ജിഷ കഴിഞ്ഞ ദിവസം ഞാനതൊക്കെ ഇതിലൂടെ ജിഷ കേറിയിട്ടില്ല, എനിക്ക് ചോദിക്കാമെന്ന് വിചാരിച്ച. കഴിഞ്ഞ ദിവസം ക്ലാസ്സില് എന്തോ പറഞ്ഞ സമയത്ത് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരിക്കാക്കുക എന്ന് പറഞ്ഞപ്പോ എനിക്കത് എന്തോ ഞാനത് ക്യാച്ച് ചെയ്ത് പറഞ്ഞത്. പക്ഷെ പിന്നീട് ചോദിക്കാൻ പറ്റിയില്ല. അത് ഒരു ആക്സിഡന്റ് പറ്റിയതാണ് ടീച്ചർ. അപ്പം ബൈക്കില് പോവായിരുന്നു. അപ്പൊ ഹസ്ബൻഡും ഞാനും മോളും ഉണ്ടായിരുന്നു. അപ്പം ഒരു വണ്ടി പുറകിൽ വന്ന് ഇടിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ തെറിച്ചു വീണു. എന്റെ കാലിലെ മുട്ടില് പ്രശ്നമാണ്. അപ്പൊ 2 കാലും പ്രശ്നമായതുകൊണ്ട് എണീക്കാൻ പറ്റാത്ത അവസ്ഥയെ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ അനങ്ങാനും എടുക്കാനും ഒക്കെ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയിലായി. അപ്പോ ചേച്ചി വരും, നാത്തോൻ വരും, വന്ന് ഇവിടെ ഹാളിൽ ചിലപ്പോ ഇച്ചിരി നേരം കൊണ്ട് ഇരുത്തും. പിന്നെ നമ്മൾ അങ്ങ് പോകും, റൂമിൽ തന്നെയാണ്. അപ്പോ അങ്ങനെ ഒരു അവസ്ഥ. 1 മാസം കഴിഞ്ഞു. എന്താ പറയുന്നത് ഡോക്ടേഴ്സ്? എന്താ പറയുന്നത്? ഇത് ഇനിയിപ്പം ഫെബ്രുവരി 10-ാം തീയതി ആകുമ്പോൾ പ്ലാസ്റ്റർ എടുത്തിട്ട് പിന്നെ അവര് വേറെ ബെൽറ്റ് എന്തോ ഇടും. എന്നിട്ട് കുറച്ചായിട്ട് നടന്ന് വരണം. പിന്നെ ഫിസിയോതെറാപ്പി ചെയ്ത് പതുക്കെ. ലിഗമെന്റ്സ് വല്ലതും കംപ്ലൈന്റ് ഉണ്ടോ? ഉണ്ട്, മുട്ടുകാലിലെ എല്ലിന്, മുട്ടുകാലില് രണ്ടിലും ഉണ്ട്. ഇടതുവശത്തെ മുട്ടുകാലിനും വലതുവശത്തെ കാലിലെ ലിഗമെന്റിനും താഴെ. സർജറി ചെയ്തായിരുന്നോ? ഇല്ല, ചെയ്തില്ല, സർജറി ചെയ്തില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവര് പറയുന്നത് എല്ല് വേഗം ഊറിപ്പിടിക്കും, നമ്മുടെ പ്രായത്തിന്റെ അതുകൊണ്ടേ. അപ്പൊ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഇനി അഥവാ കുഴപ്പമൊന്നുമില്ലല്ലോ? എന്താ ടീച്ചർ? മോൾക്കും ഹസ്ബൻഡിനും കുഴപ്പമൊന്നുമില്ലല്ലോ? കേട്ടില്ല, ക്ലിയർ ആയില്ല. മോൾക്കും ഹസ്ബൻഡിനും ഇല്ല, അവർക്ക് 2 പേർക്കും ഒരു കുഴപ്പമില്ല. ഇത് വണ്ടി വന്ന് സൈഡിൽ നിന്ന് മെയിൻ റോഡിലോട്ട് കയറുകയാണ് ചെയ്തത്. നമ്മള് മെയിൻ റോഡിലോട്ട് പാസ് ചെയ്യും. അപ്പൊ ആ വണ്ടിയുടെ ഹാൻഡിൽ വന്നിട്ട് എന്റെ 2 കാലിന്റെ ഇടയിലായിപ്പോയി. അങ്ങനെ ഞാൻ തെറിച്ചു വീഴുകയാണ് ചെയ്തത്. അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പതുക്കെ ശരിയായി പോകും കേട്ടോ. അതെ, പതുക്കെ. അതൊക്കെ പറ്റും. അതെ, അതുകൊണ്ടാണ് ഇപ്പൊ ക്ലാസ് ഒക്കെ നമ്മളെല്ലാരും പറ്റിയത്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ ജിഷയെ പരിചയപ്പെടാൻ പറ്റിയത്. പരിചയപ്പെടാൻ സാധിച്ചത്. ഓക്കെ, എല്ലാവരും ശരിയാവട്ടെ കേട്ടോ. ഓക്കെ ടീച്ചർ, ഓക്കെ, താങ്ക് യു. എന്തൊക്കെയാണ് മിസ്സിന്റെ ലൈഫൊക്കെ എങ്ങനെയുണ്ട്? കല്യാണമൊക്കെ കഴിച്ചിട്ട് ഓക്കെ അല്ലേ? കുഴപ്പമില്ല. ജോയിന്റ് ഫാമിലി ആണോ ടീച്ചറെ? ജോയിന്റ് ഫാമിലിയാ അതോ മിനി? കഴിഞ്ഞ ദിവസം എന്നോടൊരു ചേച്ചി ചോദിച്ചു, ഭയങ്കര വിഷമിച്ചാണ് അവൾ ചോദിച്ചത്, എങ്ങനെയുണ്ട് പുതിയതൊക്കെ അവർക്ക് ചോദിച്ചു. അപ്പൊ ഞാൻ അവർക്ക് തമാശക്ക് പറഞ്ഞു, ഭയങ്കര കഷ്ടപ്പാടാണ്, ചെന്നും തൊഴുതോ നിൽക്കുകയാണ്, വിഷമവും എല്ലാ ദിവസവും വിഷമിച്ച് ഒരു ദിവസം ഒരു സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, കഷ്ടപ്പാടാണ്. നമുക്ക് പുള്ളിക്കാരി പെട്ടെന്ന് ചിരി വന്നു. അങ്ങനെ പറഞ്ഞപ്പോ ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞിരുന്നെങ്കിലോ. അപ്പൊ തിരിച്ചായിരിക്കും റിയാക്ഷൻ എല്ലാവർക്കും. പിന്നെ നമ്മള് സന്തോഷം, നമുക്ക് ഭയങ്കര സമാധാനത്തിലാണ് പോയേക്കുന്നത്. സന്തോഷം ഉണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പറയാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ഇതേപോലുള്ള ആൾക്കാരുണ്ടല്ലോ വെളിയിൽ ഇങ്ങനെ എന്ത് 4-5 പറയുന്നവരടുത്ത് ഇച്ചിരി വിഷമത്തോടെ പറയണ നല്ലതാ.
ആൾക്ക് അപ്പൊ ഭയങ്കര ആള് ഫേസിലൊക്കെ പെട്ടെന്ന് ഭയങ്കര പ്രസന്നത, ഭയങ്കര ചുമന്ന് തിരിച്ചങ്ങ് കേൾക്കുവാണ് ആള്. എനിക്കത് കേൾക്കുള്ളൂ ചെയ്യുമായിരുന്നു. നമ്മളെ മറ്റേ ബിഹേവിയറിന്റെ ഇത് പഠിച്ചതുപോലെ മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ സന്തോഷം വരുന്നത്. അത് ഞങ്ങളുടെ ഇവിടെ ഉണ്ട് മിസ്സേ ചിലവര. ആര് ചോദിച്ചാലും മിസ് സുഖമാണ് എന്ന് പറയരുത്. ആ കുഴപ്പമില്ല അങ്ങനെ പോണ അത്ര പറഞ്ഞാൽ മതി. അപ്പൊ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. എന്നെ ഇഷ്ടപ്പെടാൻ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. എനിക്ക് ഈ ഭാഗം കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ തീരണതില്ല. ഇല്ല മിസ്, കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടേ ഒരു ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ട്. നമ്മള് ഫ്രീ ബേർഡ് ആയിട്ട് നടന്നിട്ട് പെട്ടെന്ന് ഒരു ടെൻഷൻ നമ്മളെ തലേ കയറി കണക്ക് ഒരു ഫീൽ ഇല്ലേ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കുഴപ്പമില്ല. ആള് അത്യാവശ്യം ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. എനിക്ക് ടെൻഷൻ തോന്നിയിട്ടില്ല കേട്ടോ. ചിലപ്പോ എനിക്ക് ഞാൻ വിദേശിയുടെ ഭാര്യ ആയതുകൊണ്ടാണെന്ന് ചേട്ടൻ അവിടെ നിൽക്കുന്നോണ്ടാണെന്ന് തോന്നുന്നു. ഇച്ചിരി മാനേജ് ചെയ്യാനൊക്കെ എല്ലാ കാര്യവും വേണമല്ലോ. അപ്പൊ അതിന്റെ അറിയാൻ വയ്യാത്ത അവസ്ഥ. അപ്പൊ എന്താണ് ലാംഗ്വേജ് എന്ന് പറഞ്ഞത്? ലാംഗ്വേജ് ഇസ് എ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ അതേതൊക്കെ സിനിമയിലാണ് കേട്ടത് പറഞ്ഞ ഡയലോഗ്? കേട്ടിട്ടുണ്ടോ? അതാണ് ഈ സെന്റൻസ് നല്ല പരിചയമുണ്ട്, എവിടെയാണെന്ന് അറിയാൻ വയ്യ. ഓക്കെ, നമുക്ക് നല്ല പരിചയമുള്ള ഒരു സിനിമയാണ്. അറിയാവോ? ക്ലൂ തരുമോ? ക്ലൂ, ഉർവശിയാണ് അഭിനയിച്ചിരിക്കുന്നത്. അച്ഛൻ്റെ അമ്മ. അച്ഛൻ്റെ അമ്മയിലെ ആള് ഇംഗ്ലീഷ് പറയൂലേ? ആ കിച്ചണില്ലേ കറുമുറു ഡയലോഗാണ് ലാംഗ്വേജ് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇവരുടെ ഇംഗ്ലീഷ് വായിക്കൂലേ? ഓ അത് ശരിക്കും ഡിഫൈൻ ചെയ്ത് പറയുന്നത് എന്താ? ലാംഗ്വേജ് എന്താണ്? മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഏതൊക്കെ ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളെ മനുഷ്യരിൽ നിന്ന് വേർതിരിക്കുന്ന ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? അനിമൽസിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു പ്രത്യേകത മിസ് പറയുന്നത് പലപ്പോഴും ക്ലിയർ ആവാത്താണ് കൊണ്ട് കേട്ടോ. ശബ്ദമാണോ? അല്ല, എന്തോ ഒരു എക്കോ ഉള്ള കണക്ക് തോന്നുന്നുണ്ട്. എക്കോ ഫാൻ ഇട്ടിട്ടായിരിക്കും. ഓക്കെ, നമ്മള് മനുഷ്യരെ വേർതിരിക്കുന്ന, മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഒന്നാണ് എന്താ? ഭാഷ അല്ലേ? നമുക്ക് സംസാരിക്കാൻ അറിയാം. ഇത് തന്നെയാണ് മൃഗങ്ങളിൽ നിന്ന് നമ്മളെ വേർതിരിപ്പിക്കുന്ന ആ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എങ്ങനെയാണെന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ കുഞ്ഞിന്റെ ലാംഗ്വേജ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? കുഞ്ഞെങ്ങനെയാണ് ഫസ്റ്റ് ലാംഗ്വേജ് തുടങ്ങുന്നത്? ഓക്കെ, അത് അവന്റെ ഒരു ലാംഗ്വേജ് ആണ്. അവന്റെ ഒരു ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി അവൻ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് അവന്റെ കരച്ചിലൂടെ അല്ലെങ്കിൽ എന്താണ് സ്മൈലിങ്ങിലൂടെ. അത് അവരുടെ ലാംഗ്വേജ് ആണ്. ആ ഒരു ഏർലി സ്റ്റേറ്റസ് തുടങ്ങി അല്ലെ, ഫാനിങ് സ്റ്റേറ്റസ് മുതൽ അങ്ങനെയാണ്. ദെൻ പിന്നീട് അങ്ങോട്ട് വളരുന്ന കാലഘട്ടത്തിലാണ് എന്ത് ഓരോ വേർഡ്സ് പഠിക്കുന്നതും പിന്നീട് അത് എന്താണ് വേർഡ്സ് ആയിട്ടും സെന്റൻസ് ആയിട്ടൊക്കെ പറയാറുള്ളത്. ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അവരുടെ എന്താണ് ക്രൈയിങ്, കരച്ചിലാണ്. പിന്നെന്താണ് കൂളിംഗ്. The child produce sound from his throat. കൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? തണുപ്പിക്കൽ എന്നുള്ള മീനിങ്ങിലാണ് അവിടെ പറയുന്നത് കേട്ടോ. അതായത് ആ കുഞ്ഞിന്റെ സൗണ്ട് എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നത്? കൂളിംഗ് സൗണ്ട് എവിടെ നിന്നാണ് വരുന്നത്? ഫസ്റ്റ് സൗണ്ട് ഫ്രം ഇതിന്റെ തൊണ്ടയിൽ നിന്നുമാണ് ആ ശബ്ദം പുറപ്പെടുവിക്കുന്നത്, കൂളിംഗ് ശബ്ദം പുറപ്പെടുവിക്കുന്നത്. Then babbling, the child combines a vowel and consonant sound and repeats continuously ba ba ba. എന്താണ് babbling ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? മറ്റേ തുപ്പല്. യെസ്, babbling ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ കൂടെ എന്താണ് ഒരു രണ്ട് ലാംഗ്വേജസ് വരുന്നത്, രണ്ട് ലെറ്റേഴ്സ് വരുന്നുണ്ട്. ഒന്ന് എന്താണ്? ഒന്ന് വൗവൽ സൗണ്ടും പിന്നെ ഒന്ന് കൺസോണൻസും ആണ് വരുന്നത്.
കോമ്പൈൻ ചെയ്തിട്ടാണ് ആ ശബ്ദം വരുന്നത്. കുഞ്ഞുങ്ങൾ വാ 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 എന്ന് പറഞ്ഞുകൊണ്ടിട്ടില്ലേ? അതിൽ ശരിക്കും രണ്ട് വേർഡ്സ് വരുന്നുണ്ട്, രണ്ട് സൗണ്ട് പ്രൊണൗൺസ് ചെയ്യുന്നുണ്ട് കുട്ടികളെ. ഇനി ശ്രദ്ധിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ കാണുമ്പോ. അവര് പോയി വായ പോയി നോക്കി വെക്കരുത്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കുഞ്ഞു കുട്ടികളുണ്ടോ വീട്ടില്? തീരെ കുഞ്ഞു കുട്ടികള് ഉണ്ടായിരുന്നു, ഇപ്പൊ വലുതായി. ഉണ്ടായിരുന്നു, കുറച്ച് വലുതായി പോയി. എന്താ ചെയ്യാ, ഇനി വേറെ ഏതെങ്കിലും കുട്ടികളുടെ നോക്കേണ്ടി വരും. വേണ്ട. ഓക്കെ, അപ്പൊ കുട്ടി കംപ്ലൈന്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്വരാക്ഷരവും ഒരു വ്യഞ്ജനാക്ഷരവും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും എന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. അപ്പോഴാണ് ആ സൗണ്ട് വരുന്നത്, ബാ 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 ബാ, അല്ലെങ്കിൽ പല രീതിയിലുള്ള ഒരു സൗണ്ട് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ആ സൗണ്ടിൽ എന്തൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്? ഒരു വ്യഞ്ജനാക്ഷരം ഉണ്ടായിരിക്കും, ഒരു സ്വരാക്ഷരം വവൽസ് ഉണ്ടായിരിക്കും, കൺസോണന്റ് കൂടി കമ്പൈൻ ചെയ്ത് രണ്ടും കൂടി കൂട്ടിയാണ് എന്താ, രണ്ടും ഒരുമിച്ചാണ് ആ സൗണ്ട് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ വരുന്നതെന്ന് പറയുന്നത്. ഫസ്റ്റില് കേട്ടോ, ആദ്യം തൊണ്ടയിൽ നിന്ന് വരുന്നു, പിന്നെ ആദ്യം കുഞ്ഞ് കരയുന്നു, പിന്നെ തൊണ്ടയിൽ നിന്ന് ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നു, പിന്നീട് എന്താണ് സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും കൂട്ടി സംയോജിച്ചിട്ടാണ് കുട്ടി തുടർച്ചയായിട്ട് ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, then first meaningful word generally related to the primary caretaker. ഫസ്റ്റ് meaningful word എന്തായാലും കുട്ടി പറയുന്നത്? ഫസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന വേർഡ്സ് എന്താണ്? ഈ ബാബാവിന് ശേഷം അമ്മ, അല്ലെ? അമ്മ കാക്ക, മായായിരിക്കും എപ്പോഴും പറയുന്നത്. ആ കറക്റ്റായിട്ട് വരില്ല അല്ലെ? ആ കറക്റ്റായിട്ട് വരില്ല. നല്ല വരുള്ളൂ, നല്ല വരുള്ളൂ. പിന്നെ അമ്മ എങ്ങോട്ട് അറിയോ? ഇല്ലല്ലോ. മാ മാത്രമേ വരൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യത്തെ കരച്ചിൽ ഓർക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടോ? ഓ, ആദ്യത്തെ കാരണം ഇനി അത് മായല്ലോ ടീച്ചർ, അത് വേറെ ലെറ്റർ ആണ്. ഇങ്ങേന്നല്ല കറിയാ, ങ്ങാ അല്ലേ പറയാ? അതാണ്. നമ്മുടെ ഈ ക്ലാസ്സിലെ അവിടെ റെക്കോർഡിംഗ് ടെക്നിക്കൽ ടീം ഉണ്ട്, അവര് കാണുമ്പോ ചിരിക്കായിരിക്കുള്ളൂ, കഴിയുമ്പോ ശരിയാണ്, അത് ശരിയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് അവര് വരുന്ന ആ ഒരു ഫസ്റ്റ് പ്രൈമറി മീനിങ്ഫുൾ വേർഡ് എന്ന് പറയുന്നത്, അടുത്ത ഫസ്റ്റായ ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാപ്പ അല്ലെ? അമ്മ. ചില കുട്ടികൾ ചിലപ്പോ അമ്മാനെ വിളിക്കാതെ അച്ഛനാണ്, ചിലപ്പോ ഒന്നും വിളിക്കാതെ തന്നെ നേരെ അച്ഛാന്ന് മാത്രം വിളിക്കുന്ന കുട്ടികളുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾ പിള്ളേരൊക്കെ അങ്ങനെയാ, അമ്മനെ വിളിക്കാറുണ്ട്, അച്ഛനെ വിളിക്കും. അത് അമ്മമാര് പറഞ്ഞു കൊടുത്തിട്ടാണ്, അവരെ ടീച്ച് ചെയ്തിട്ടാണ് ടീച്ചറെ. കുട്ടികളെ ഇപ്പൊ അമ്മാന്നല്ല അച്ഛനെയാണ് വിളിക്കുന്നത്. അതല്ല, അമ്മയുടെ അടുത്ത് പോകുമ്പോൾ അച്ഛൻ്റെ അടുത്ത് പോകുന്ന കുട്ടികളാണ് ഇപ്പൊ. അച്ഛനാണ് ഇപ്പൊ ഒരു ഹീറോ. പ്രത്യേകിച്ച് അച്ഛന്മാര് ഗൾഫിലാണെങ്കില് അവര് ഫോൺ കൊടുത്തിട്ട് അച്ഛനെ വിളിക്ക് അങ്ങനെയൊക്കെ പറയില്ലേ? അപ്പോഴാണ് കുട്ടികൾ ഫസ്റ്റ് അത് പഠിക്കുന്നത്. ഓക്കെ, ഇനി അതിന് ശേഷം എന്താണ്? സിംഗിൾ വേർഡ് സെന്റൻസസുകൾ പറയാൻ തുടങ്ങും അല്ലെ? എന്തൊക്കെയാണ് സിംഗിൾ വേർഡ് സെന്റൻസസുകൾ? അത് കൊടുത്തിട്ടുണ്ടെന്ന് വായിച്ചു വെക്കേ. Ball can mean I see a ball. I want the ball. My ball fell down. സിംഗിൾ വേർഡ്സ് സെന്റൻസുകളായിട്ട് കുഞ്ഞുങ്ങൾ ആദ്യം സിംഗിൾ വേർഡ്സ് പറയാം, ആദ്യം ബോൾ പറയാം അല്ലെ? പിന്നീട് അതിന് ശേഷം കുഞ്ഞെന്ത് പറയൂ? പിന്നീട് എന്ത് പറയുന്നു? ഐ സി ബോൾ എന്ന് പറയും. ഐ സി ബോൾ എന്താണ്? ഞാൻ ബോൾ കണ്ടു. ഞാൻ ബോൾ കണ്ടു. ഐ വാണ്ട് ദ ബോൾ എന്താണ്? എനിക്ക് ബോൾ കാണണം. മൈ ബോൾ എന്റെ ബോള് താഴെ വീണു. എന്റെ ബോള് താഴെ. ഓക്കെ, അങ്ങനെ പല സെന്റൻസുകൾ വേർഡ്സ് അല്ലെങ്കിൽ കൂട്ടി കുഞ്ഞുങ്ങൾ എന്ത് പറയുന്നു? സെന്റൻസിലേക്ക് എത്തിച്ചേരുന്നു. സിമ്പിൾ സെന്റൻസ്. പിന്നെ അവസാനം എന്താണ്? അവസാനമല്ല, പിന്നെ ഇത് സ്റ്റേജിൽ കുഞ്ഞ് ഒരു സിമ്പിൾ സെന്റൻസ് കറക്റ്റ് ആയിട്ട് പറയാറുണ്ട് അല്ലെ? ഐ വാണ്ട് എ ബോൾ അല്ലെ? എനിക്കൊരു പറയുന്നു. ലേണിംഗ് എനി ലൈൻ. നിങ്ങളുടെ സിമ്പിൾ സെന്റൻസിന് താഴെ വേറെ എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ കാണിക്കുന്നുണ്ടോ? ഇവിടെ സ്പേസ് ഉള്ളിടത്ത്
ലേണിംഗ് എനി ലാംഗ്വേജ് അതാണോ? അത് ഇതിന്റെ താഴെയായിട്ടാണോ വരുന്നത്? സിമ്പിൾ സെന്റൻസിന്റെ താഴെ തന്നെയാണ് കേട്ടോ വരുന്നത് കേട്ടോ. ഇതിനൊക്കെ താഴെ തന്നെ എന്തെങ്കിലും ചിലപ്പോൾ സ്പേസ് വന്നതായിരിക്കാം. ലേണിംഗ് എനി ലാംഗ്വേജ് ഇൻഡിക്കേറ്റ്സ് acquiring for skills namely listening. Stage of telegraph speech. ഇവിടെ ഇത് സംഭവം ഇല്ല കേട്ടോ, ഈ ബുള്ളറ്റിന് ഇവിടെ ഇല്ല കേട്ടോ, അതൊക്കെ ഒരുമിച്ചുള്ളതാണ്. സിമ്പിൾ സെന്റൻസിന്റെ താഴെ വരുന്ന പാരഗ്രാഫ് ആണ് ഇത് കംപ്ലീറ്റ് കണ്ടോ. കണ്ടോ നിങ്ങള്? സ്പേസ് കൂടിപ്പോയ ഒറ്റ സെന്റൻസ് ആണല്ലേ? ഹലോ ടീച്ചർ, ഈ നമ്മുടെ സിംഗിൾ വേർഡ് സെന്റൻസ് എന്നുള്ളതില്ലേ, അതിനുശേഷം സ്റ്റേജ് ഓഫ് ടെലഗ്രാഫിക് സ്പീച്ച് എന്നുള്ള ആ സെന്റൻസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സിമ്പിൾ സെന്റൻസ് വരുന്നത്. എന്താണ് ടെലഗ്രാഫിക് സ്പീച്ച് എന്ന് വരുന്നുണ്ടോ? വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് നടക്കുന്നത്? അല്ല, അപ്പൊ പോയിന്റ്സ് ഒക്കെ പറഞ്ഞില്ലേ, ക്രൈയിങ്, കൂളിങ് അങ്ങനെ പറഞ്ഞില്ലേ, അതില് 7 പോയിന്റ്സ് ഉണ്ട്. ടീച്ചറില് ആ സ്റ്റേജ് ഓഫ് ടെലഗ്രാഫിക് സ്പീച്ച് എന്നുള്ളത് ഈ ലേണിംഗ് എന്നുള്ളതിന്റെ ഇടയിൽ കൂടെ വന്നിരിക്കണം. അത് ശരിക്കും വേണ്ടത് എവിടെ അറിയോ? ഇവിടെ 1, 2, 3 5ാമത്തെ പോയിന്റിന് ശേഷമാണ് ആ ഒരു പോയിന്റ് വരേണ്ടത്. ഐ വാണ്ട് എ ബോൾ എന്നുള്ളത് ഇവിടെ വരണ്ടേന്നോ? അങ്ങനെയല്ലടോ. അല്ല ടീച്ചറെ, സിമ്പിൾ സെന്റൻസസ് ഏറ്റവും ലാസ്റ്റത്തെ അതിന് തൊട്ട് മുകളിലുള്ള സെന്റൻസ് ആണ് ഈ ഒരു ഡോട്ട് ഇട്ടിട്ടില്ലേ, സ്റ്റേജ് ഓഫ് ടെലഗ്രാഫിക് സ്പീച്ച് എന്ന താഴത്തെ. വൺ ബോൾ, സി ബോൾ എന്നും പറഞ്ഞു കിടക്കുന്നു. വൺ ബോൾ 2ാമത്തെ ലൈനില്ലേ ടീച്ചർ, ആ ലേണിംഗ് എനി ലാംഗ്വേജസ് എന്നുള്ളതിൽ 2ാമത്തെ ലൈനില്ലേ, അതിൽ ആ 2ാമത്തെ ലൈനിലെ ഡോട്ട് ഇട്ടിട്ട് വരുന്നില്ലേ സ്റ്റേജ് ഓഫ് ടെലഗ്രാഫിക് സ്പീച്ച് എന്നുള്ളത്, അത് മുകളിലേക്ക് വരേണ്ടതായിരുന്നു. അത് ഇങ്ങോട്ട് വന്ന പോലെ ഉണ്ടല്ലോ. അങ്ങനെയാണോ പറഞ്ഞത്? ഓക്കെ, ഇപ്പൊ മൊത്തം കുളമായല്ലോ. ആ ലേണിംഗ് എനി ലാംഗ്വേജ് അവിടെ അല്ലേ പോയിന്റ് വരിക? അതല്ലേ പറഞ്ഞോളൂ, സ്പേസ് വന്നിട്ടാണ്. ഞങ്ങളുടെ ടെസ്റ്റിൽ കറക്റ്റ് ആണ്. ടെസ്റ്റ് ഒന്ന് കാണിച്ച്. എവിടെ? ശരിയാണ്. അതാണ് ഞാൻ കുറെ നേരം ടെസ്റ്റിൽ കറക്റ്റ് ആണല്ലോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന. ഓക്കെ പോയല്ലോ. കാണുന്നുണ്ട്. എനിക്ക് വിസിബിൾ അല്ല കേട്ടോ. PDF കാണുന്നില്ല. എനിക്കും കാണുന്നില്ലല്ലോ. കാണുന്നുണ്ട്, എനിക്ക് കാണാം. അയ്യോ, എനിക്ക് കാണാം. എനിക്ക് കാണുന്നില്ല. ചെയ്താ മതി, അപ്പൊ കാണാൻ പറ്റും. എനിക്ക് മിസ്സിനെ മാത്രമേ കാണുന്നുള്ളൂ. എനിക്ക് മിസ്സിന്റെ ഫുൾ ഫേസ് കാണുന്നില്ല. ഇപ്പൊ PDF ഇല്ല. നന്നായിട്ടുണ്ട്. നമുക്ക് മിസ്സിന്റെ ഫുൾ ഫേസ് മാത്രം. റീജോയിൻ ചെയ്താൽ മതി മിസ്. ഇത് ചാപ്റ്റർ ആരെങ്കിലും ഷെയർ ചെയ്തായിരുന്നോ നിങ്ങള്? ഷെയർ ചെയ്തപ്പോ അതങ്ങ് പോയി. ടീച്ചറിനെ നേരെ കാണുന്നുണ്ട്. മിസ് അത് നമ്മുടെ വീഡിയോ കോളിലല്ലേ ഷെയർ ചെയ്ത്, അപ്പൊ പിന്നെ എങ്ങനെ പോണേ? ആരാണ് പിൻ ചെയ്തേ? ഇപ്പൊ വന്നല്ലോ. വന്നു ഇവിടെ കിടക്കുന്നേ പോയി. ടീച്ചറിന്റെ മുഖം കാണില്ലല്ലോ ഇപ്പൊ. എല്ലാം പോയി. അയ്യോ, ടീച്ചറിനെ കാണുന്നില്ല, സൗണ്ട് മാത്രമേ ഉള്ളൂ. നിനക്ക് PDF കാണാമോ? PDF കാണില്ല, മിസ്സിനെയും കാണില്ല. PDF ഉണ്ട്. പക്ഷെ അത് താഴത്താണ്, പിൻ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ മാറ്റി നോക്കുമ്പോഴേ കാണുള്ളൂ. ഫ്രണ്ടിൽ ഒന്നും എടുക്കുന്നില്ല. ഇത് ഏതെങ്കിലും ഒന്ന് കണ്ടാ പോരെ? ടീച്ചറെ കണ്ടാ മതി ഞങ്ങൾക്ക്. ടെക്സ്റ്റില് നോക്ക് കേട്ടോ.
ഇവിടെ ഏതാ പറഞ്ഞേ? ലേണിംഗ് ലാംഗ്വേജ് ഇൻഡിക്കേറ്റ്സ് ടീച്ചറെ കാണുന്നില്ലല്ലോ, സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. മിസ്സിനെ കാണുന്നില്ല. കുഴപ്പമില്ലടോ, കാര്യമില്ല. മിസ്സിന്റെ ഐശ്വര്യമായ മുഖം കാണണ്ടേ? ആരാണാ പറഞ്ഞത്? അമൃത. അമൃത. അപ്പൊ ഇവിടെ പറയുന്നത് ലേണിംഗ് എനി ലാംഗ്വേജ് ഇൻഡിക്കേറ്റ്സ് അക്വയറിംഗ് 4 സ്കിൽസ് നെയിംലി ലിസണിംഗ്. അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സെന്റൻസ് ഇങ്ങോട്ട് കയറി കിടക്കുവാണ്. ഈ ലിസണിങ് കഴിഞ്ഞിട്ട് വേണം ഇവിടെ സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് എന്ന് വരാനായിട്ട്. കണ്ടോ? ഞങ്ങളുടെ ബുക്കിൽ കറക്റ്റ് ആണ് ടീച്ചറെ. ഞാൻ പറഞ്ഞ ശരിയാണ് ഇപ്പോ? ലിസണിങ്, അതെ അതെ, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. യെസ്, ഇവിടെ വരേണ്ടതാണ് അല്ലേ? ഇവിടെ പറയുന്ന വെച്ചാൽ ഏത് ഭാഷയും പഠിക്കുന്നതിന് നമ്മൾ 4 കഴിവുകൾ നേടിയിരിക്കണം എന്നാണ്, 4 സ്കിൽസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അവിടെ അങ്ങനെയൊക്കെ തെറ്റിക്കിടന്നോട്ടെ, പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. എന്തൊക്കെ ഉണ്ടായിരിക്കണം? ലിസണിങ്. ലിസണിങ് എന്താണ്? ലിസൺ ചെയ്യാം, കേൾക്കുക, സ്പീക്കിംഗ്, സംസാരിക്കുക, വായിക്കുക, വായിക്കുക അല്ലെ, റൈറ്റിംഗ്, എഴുതുക അല്ലെ. എഴുതുക. ഈ 4 സ്കില്ലിൽ കൂടിയാണ് നമ്മൾ എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അക്യൂർ ചെയ്യുന്നത്, ലാംഗ്വേജ് പഠിക്കുന്നത് അല്ലെ. നമ്മൾ ആദ്യം അത് കേൾക്കുന്നു, ആദ്യം നമ്മൾ ലിസൺ ചെയ്യുന്നു അല്ലെ. അതിനുശേഷം എന്താണ്, നമ്മളത് സ്പീക്ക് ചെയ്യാൻ തുടങ്ങും, സംസാരിക്കാൻ തുടങ്ങും. കുട്ടികളെ വെച്ച് ആലോചിക്കുക കേട്ടോ. നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ നമ്മളൊന്ന് പറഞ്ഞു പോകാറുണ്ട്, കുട്ടികളെ പറ്റിയാണ് പറയുന്നത്. പിന്നെന്താണ്, അത് റീഡ് ചെയ്യും അല്ലെ, അത് വായിക്കാൻ തുടങ്ങും. പിന്നീട് എന്താണ്, റൈറ്റ് ചെയ്യും അല്ലെ, എഴുതാൻ തുടങ്ങും. ഓക്കെ. പക്ഷെ ചില കുട്ടികൾ എങ്ങനെയാണ്, റൈറ്റ് ചെയ്യും, എഴുതിയതിനു ശേഷമാണ് ചിലപ്പോൾ എന്താ വായിച്ചു പഠിക്കുന്നത് അല്ലെ. വായിക്കാൻ തുടങ്ങുന്നത് അക്ഷരം എഴുതിയതിനു ശേഷം ചില കുട്ടികൾ വായിക്കാൻ തുടങ്ങുന്നത്, റീഡ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ഒരു ലാംഗ്വേജ്, നമ്മളൊരു ഭാഷ പഠിക്കണമെങ്കിൽ ആദ്യം 4 കാര്യങ്ങളിലൂടെ, ഈ 4 കാര്യങ്ങളിലൂടെ മാത്രമേ നമ്മൾക്കത് ഒരു ലാംഗ്വേജ് അക്യൂർ ചെയ്യാനായിട്ട് സാധിക്കൂ. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഓക്കെ. ഇനി അടുത്ത സെന്റൻസ് ആണ് എന്ത്, സ്റ്റേജ് ഓഫ് ടെലഗ്രാഫിക് സ്പീച്ച്. കണ്ടോ? ഇത് നിങ്ങളിൽ അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്, സ്റ്റേജ് ഓഫ് ടെലഗ്രാഫിക് സ്പീച്ച് എന്ന്. സ്റ്റേജ് ഓഫ് ടെലഗ്രാഫിക് സ്പീച്ച് കഴിഞ്ഞിട്ട് അടുത്ത സെന്റൻസ് എന്താ കിടക്കുന്നത്? സിമ്പിൾ സെന്റൻസ്. ഐ വാണ്ട് എ ബോൾ. സിമ്പിൾ സെന്റൻസ് എങ്ങനെയാണ് കിടക്കുന്നത്? ഓക്കെ, കാണുന്നില്ല. ക്ലിയറല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരിക്കും, അങ്ങനെ ആയിരിക്കില്ല. മിസ്സേ അതിലില്ലേ 5th പോയിന്റ് ഇല്ലേ, സിംഗിൾ വേർഡ് സെന്റൻസ്, അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പോയിന്റ് ആണ് സ്റ്റേജ് ഓഫ് ടെലഗ്രാഫിക് സ്പീച്ച്. കഴിഞ്ഞിട്ടുള്ള പോയിന്റ് ലാസ്റ്റ് പോയിന്റ് ആണ് സ്റ്റേജ് ഓഫ് ടെലഗ്രാഫിക് സ്പീച്ച്. അങ്ങനെ തന്നെയല്ലേ കിടക്കുന്നത് നിങ്ങൾക്ക്? അത് കഴിഞ്ഞിട്ടാണ് ഐ വാണ്ട് എ ബോൾ. സിമ്പിൾ സെന്റൻസ് ലാസ്റ്റ് ആണ്. സിമ്പിൾ സെന്റൻസ് ഏറ്റവും ലാസ്റ്റത്തെ ആണ്, അതിന് തൊട്ട് മുകളിലുള്ളതാണ്. പിന്നെ സീ ബോൾ. അടുത്തത് സിമ്പിൾ സെന്റൻസ് എഴുതിയിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് ഐ വാണ്ട് എ ബോൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതാണ് ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നത് അല്ലേ? സിമ്പിൾ സെന്റൻസ്. അപ്പൊ ടെലഗ്രാഫിക് സ്പീച്ചിന്റെ അടുത്ത് എന്തൊക്കെയാ കിടക്കുന്നത്? ടെലഗ്രാഫിക് സ്പീച്ചിന്റെ അടുത്ത് എന്താ കിടക്കുന്നത്? വാണ്ട് ബോൾ, സീ ബോൾ. വാണ്ട് ബോൾ, സീ ബോൾ അങ്ങനെയൊക്കെയാണോ? അത് കഴിഞ്ഞിട്ട് ഏത് സെന്റൻസ് ആണ് വരുന്നത്? 3 year old ഹാസ് എന്നാണോ? അല്ല. ഐ വാണ്ട് എ ബോൾ, സിമ്പിൾ സെന്റൻസ്. അത് കഴിഞ്ഞിട്ടാണ് ആ പാരഗ്രാഫ് വരുന്നത്. ലേണിംഗ് എനി ലാംഗ്വേജ് ഇൻഡിക്കേറ്റ് അക്വയറിംഗ് 4 സ്കിൽ നെയിംലി ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്.
എനിക്ക് എന്തായാലും ഇപ്പോഴത് മനസ്സിലായിട്ടില്ല, എന്തോ മാറി കിടക്കുവാണ്. ഞാൻ ക്ലിയർ അല്ലാതെ ഞാൻ പറഞ്ഞുതരില്ല കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. മിസ് അത് കഴിഞ്ഞിട്ട് വരുന്ന പാരഗ്രാഫിൽ ഇത് തന്നെ കിടക്കുന്ന ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻക്ലൂഡ്സ് 4 സ്കിൽസ് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. അറ്റ് ദിസ് സ്റ്റേജ് ദി ചൈൽഡ് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ടു ഗെയിംസ്. അങ്ങനെയാ കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള പാരഗ്രാഫ്. അതെ. ആ സ്റ്റേജ് ഓഫ് ടെലഗ്രാഫിക് സ്പീച്ച് 1 ബോൾ സി ബോൾ എന്ന് കട്ട് ചെയ്തിട്ട് ആ സിമ്പിൾ സെന്റൻസിന്റെ മുകളിലാണ് എഴുതിയാൽ മതി. ഓക്കെ, മനസ്സിലായി. ഓക്കെ, ശരി. അതായത് സ്റ്റേജ് ഓഫ് ടെലഗ്രാഫിക് സ്പീച്ച് എന്ന് പറഞ്ഞ ഘട്ടത്തില് എന്തൊക്കെയാണ് വരുന്നത്? ടെലഗ്രാഫിക് സ്പീച്ച് എന്ന് പറഞ്ഞ ഒരു ഘട്ടമാണ് കേട്ടോ. ലാംഗ്വേജിന്റെ ഒരു സ്റ്റേജ് ആണ് അത് ടെലഗ്രാഫിക് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ എന്താണ്, ബോൾ വേണം അല്ലെ? ബോൾ എന്താണ്? ബോൾ വേണം, അല്ലെങ്കിൽ സി ബോൾ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടു, കാണണം. ബോൾ കാണണം എന്നുള്ള മീനിങ് കേട്ടോ. ദെൻ അതിനുശേഷമുള്ള സെന്റൻസ് ഇതാണോ ലേണിംഗ് എനി ലാംഗ്വേജ് എന്നാണോ വന്നേക്കണേ? അതിനുശേഷമാണ് സിമ്പിൾ സെന്റൻസ് ഐ വാണ്ട് എ ബോൾ. അതിനുശേഷം സിമ്പിൾ സെന്റൻസ് ഐ വാണ്ട് എ ബോൾ അല്ലേ? യെസ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പാരഗ്രാഫ്. അത് കഴിഞ്ഞിട്ട് 3 year old has തുടങ്ങിയാണ് അല്ലേ? അല്ല, ലേണിംഗ് എനി ലേണിംഗ് ആൻഡ് ലാംഗ്വേജ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, എനിക്ക് മനസ്സിലായി. നമ്മൾ ഇത്ര മനസ്സിലാക്കും. ഒരു ലാംഗ്വേജ് അക്വയർ ചെയ്യണമെങ്കിൽ നമുക്ക് 4 കാര്യങ്ങൾ വേണം. എന്തൊക്കെയാണ്? ലിസണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ടെലഗ്രാഫിക് സ്പീച്ച് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഘട്ടമാണ്, സ്പീച്ചിന്റെ ഒരു ഘട്ടമാണ്. അതായത് ഒരു 3 years old ഒരു 3 year old ഹാസ് എ വൊക്കാബുലറി ഓഫ് എബവ് എത്ര വേർഡ്സ് സംസാരിക്കും 3 years old കുട്ടി? 900 words. 900 words ആണ്. But by the time he is 6 years ആവുന്ന സമയത്തോ all the child has a spoken vocabulary of almost എത്രയാണ്? 12,000 അല്ലേ? 12,000 to 40,000 വേർഡ്സ് അല്ലെ? 12,000 തുടങ്ങി 14,000 വേർഡ്സ് വരെ ആയിരിക്കും ഒരു 6 വയസ്സുള്ള കുട്ടി. ഇത് ആരായിരിക്കും ടീച്ചറെ കൗണ്ട് ചെയ്തിട്ടുണ്ടാകുക? ഇത് വെറുതെ പറയണാണോ? സഫിയ, അത് ഏതെങ്കിലും സ്പീച്ച് തെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ സ്പീച്ച് ലാംഗ്വേജ് അക്വിസിഷൻ നടത്തുന്ന അല്ലാതെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ, അതുകൊണ്ട് ചോദിച്ചാണ്. അതെ, ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാ. അത് മിക്കവാറും നോം ചോംസ്കി തന്നെയായിരിക്കും. ലാംഗ്വേജിന്റെ ഒരു ഫാദർ എന്നറിയപ്പെടുന്നത് നോം ചോംസ്കി ആണ് കേട്ടോ. അദ്ദേഹം തന്നെയാണ് ഇതൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അദ്ദേഹമാണ് ലാഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ടത്. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മുടെ യൂണിവേഴ്സൽ ഗ്രാമറിനെ കുറിച്ച് പഠിക്കാനായിട്ട്. അപ്പൊ അദ്ദേഹമാണ് കുട്ടികൾ ഇത്രത്തോളം സംസാരിക്കുന്നത്, കുട്ടികൾ ഇത്രത്തോളം വേർഡ്സ് കാണുന്ന ഒരു ദിവസം സംസാരിക്കുന്നത് എന്നുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്തിയിരിക്കുന്നത്. റാൻഡം സർവേകളായിരിക്കും അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ പേരെന്താണ്? നോം ചോംസ്കി കേട്ടോ. സ്പെല്ലിംഗ് ഒന്ന് പറയട്ടെ ടീച്ചർ. എന്താ സ്പെല്ലിംഗ്? NOAM ചോംസ്കി CHO MSKY. 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 നോം ചോംസ്കി. ടഫുള്ള പേര് അല്ലേ? നോം ചോംസ്കി ലാംഗ്വേജിന്റെ ഫാദർ ആണ് കേട്ടോ. ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് നോം ചോംസ്കി. അദ്ദേഹമാണ് തിയറി ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. തിയറി ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അപ്പൊ എക്സാമിന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നോം ചോംസ്കി ആണ് കേട്ടോ. തിയറി ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അപ്പൊ ആ വേർഡ്സ് എത്രത്തോളം കുട്ടികൾ പറയുന്നത് അണ്ടർലൈൻ ചെയ്തതാ കേട്ടോ. 12,000 40,000 എന്നൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തതാ. യൂട്യൂബിൽ സെർച്ച് ചെയ്ത ലാംഗ്വേജ് ഡെവലപ്മെന്റ് തിയറി അദ്ദേഹത്തിന് ഉണ്ടാവും. ക്ലാസ് ഉണ്ടായിരുന്നു, ഒന്ന് കണ്ടു നോക്കട്ടോ സമയമൊക്കെ. പിന്നെ നിർത്തിക്കോട്ടെ ക്ലാസ്, ഇത്രയും മതി. സൈൻ ഔട്ട് ഉണ്ടാവും ചിലപ്പോ.
പിന്നെ സൈൻ ഔട്ട് ഒക്കെ ഉണ്ട്. ഒരാള് ക്യാമറ ഓൺ ചെയ്തിട്ട് സൈൻ ഔട്ട് ചെയ്യോ? മിസ് സൈൻ ഔട്ട് പറഞ്ഞോ, ക്യാമറ ഓൺ ചെയ്യണോ? വേണ്ട, പറഞ്ഞു. Good afternoon, everyone. We would like to thank Adra Miss for taking the class today on behalf of each and every one of us. Today's class was very fun and joyful. It was great to see a few people with the camera on. Miss said that everyone should attend the class with their cameras on their next class, which is Thursday. So I thank Adra Miss and everyone who attend the class today. See you in the next class. Goodbye. Okay, thank you. Thank you. Thank you, Miss. Thank you.